നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വെനസ്വേലയിൽ US സൈനിക ആക്രമണങ്ങൾ നടത്തിയതിന് പിന്നാലെയും വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യയെയും US സൈന്യം പിടികൂടിയെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദങ്ങളെ തുടർന്നും വെനസ്വേലയിലുള്ള തങ്ങളുടെ പൗരന്മാരോട് അതീവ ജാഗ്രത പാലിക്കാനും അവരുടെ നീക്കങ്ങൾ നിയന്ത്രിക്കാനും ഇന്ത്യ ഇപ്പോൾ ഉപദേശം നൽകിയിരിക്കുകയാണ്. വെനസ്വേലയിലുള്ള എല്ലാ ഇന്ത്യക്കാരും കാരക്കാസിലെ ഇന്ത്യൻ എംബസിയുമായി ബന്ധപ്പെടണമെന്നും വിദേശകാര്യ മന്ത്രാലയമാണ് ഒരു പത്രക്കുറിപ്പിൽ അറിയിച്ചിരിക്കുന്നത്. ഏത് കാരണവശാലും വെനസ്വേലയിലുള്ള എല്ലാ ഇന്ത്യക്കാരും അതീവ ജാഗ്രത പാലിക്കാനും അവരുടെ നീക്കങ്ങൾ നിയന്ത്രിക്കാനും കാരക്കാസിലെ ഇന്ത്യൻ എംബസിയുമായി സമ്പർക്കം പുലർത്താനും നിർദ്ദേശിക്കുന്നുണ്ട്. പ്രസ്താവനയിൽ പറയുന്നത് ഒപ്പം തന്നെ എംബസിയുടെ ഇമെയിൽ വിലാസവും കൊടുത്തിട്ടുണ്ട്. cons@caracas@mea.gov.in അടിയന്തര ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. +584129584288 എന്നിവയും അതുപോലെ അഡ്വൈസറി പങ്കിട്ടിട്ടുണ്ട്. വാട്സപ്പ് കോളുകൾക്കും ഇത് ലഭ്യമാണ്. കാരക്കാസിൽ US സൈന്യം വലിയ തോതിലുള്ള വ്യോമാക്രമണങ്ങൾ നടത്തിയെന്നും പുലർച്ചെ നടന്ന ഒരു ഓപ്പറേഷനിൽ മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറൻസിനെയും പിടികൂടിയെന്നും ട്രംപ് അവകാശപ്പെട്ടതിനെ തുടർന്നാണ് വെനസ്വേലയിൽ അതിവേഗം വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്കിടയിലാണ് ഈ ഉപദേശം. ആക്രമണങ്ങൾക്ക് തൊട്ടു പിന്നാലെ രാജ്യമെമ്പാടും സൈനികരെ വിന്യസിക്കുമെന്നും വെനസ്വേലൻ പ്രതിരോധ മന്ത്രി വ്ളാഡിമിർ പാഡ്രിനോ ലോപ്പസ് പ്രഖ്യാപിച്ചു. US നടപടിയെ വെനസ്വേല ഇതുവരെ നേരിട്ടിട്ടില്ലാത്ത ഏറ്റവും മോശം ആക്രമണമെന്ന് വിശേഷിപ്പിച്ചു. ഐക്യവും ശാന്തതയും പുലർത്തണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. അശാന്തിക്കും ക്രമക്കേടിനുമെതിരെ മുന്നറിയിപ്പ് നൽകി എല്ലാ സായുധ സേനകളെയും അണിനിരത്തുമെന്നും പറഞ്ഞു. വാഷിംഗ്ടൺ സിവിലിയൻ സൈനിക സൗകര്യങ്ങൾ ആക്രമിച്ചതായും വെനസ്വേല സർക്കാർ ആരോപിക്കുകയും ബാഹ്യ അസ്വസ്ഥതയുടെ അവസ്ഥ പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് അടിയന്തരാവസ്ഥയുടെ ഒരു രൂപമാണ്. ഇത് സായുധ സേനയുടെ പങ്ക് വിപുലീകരിക്കുകയും ചില അവകാശങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. പിന്തുണക്കാരെ അണിനിരത്തി തെരുവിലിറങ്ങാൻ അധികാരികൾ ആഹ്വാനം ചെയ്തു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറൻസിനെയും US സൈന്യം രാത്രി നടത്തിയ ഓപ്പറേഷനിലൂടെ ന്യൂയോർക്കിലേക്ക് കൊണ്ടുപോയതിന്റെ ഞെട്ടലിലാണ് രാജ്യം. ഇപ്പോൾ അവിടെ റോഡുകൾ വിജനമാണ്. കടകളിൽ ഭൂരിഭാഗവും അടഞ്ഞുകിടക്കുന്നു. തുറന്ന സൂപ്പർ മാർക്കറ്റുകൾക്ക് മുന്നിൽ വലിയ ക്യൂ ആണ്. ഭക്ഷണക്ഷാമം ഉണ്ടാകുമെന്ന് പലരും ഭയപ്പെടുന്നു. മഡൂറോയെ അനുകൂലിക്കുന്നവർ ചില നഗരങ്ങളിൽ പ്രത്യേക റാലി നടത്തി. വൈസ് പ്രസിഡന്റായ ഡെൽസി റോഡ്രിഗസിനോട് ഇടക്കാല പ്രസിഡന്റിന്റെ സ്ഥാനം ഏറ്റെടുക്കാൻ സുപ്രീം കോടതി നിർദ്ദേശം നൽകി. US ആക്രമണത്തിൽ വെനസ്വേലയിലെ സൈനിക കേന്ദ്രങ്ങളിലും വലിയ നാശനഷ്ടമുണ്ടായതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ വിശകലനം ചെയ്ത് റിപ്പോർട്ട് പുറത്തുവരുന്നു. മുഖ്യ സൈനിക താവളമായ ഫോർട്ട് ട്യൂണയിൽ നടത്തിയ ആക്രമണത്തിലും 6 കെട്ടിടങ്ങൾക്ക് നാശനഷ്ടമുണ്ടായി. ഒരു കെട്ടിടത്തിൽ നിന്ന് പുക ഉയരുന്നതും 3 കെട്ടിടങ്ങൾ പൂർണ്ണമായി തകർന്നതും ചിത്രങ്ങളിൽ കാണാം. അമേരിക്ക പിടികൂടിയ മഡൂറോയെ ബ്രുക്ലിനിലെ തടവറയിൽ എത്തിച്ചതായും US മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. പ്രധാന വ്യക്തികളെ പാർപ്പിക്കുന്ന തടവറയാണിത്. കൈവിലങ്ങ് വെച്ച മഡൂറോയുമായി ഉദ്യോഗസ്ഥർ പോകുന്ന ദൃശ്യങ്ങളും മാധ്യമങ്ങൾ പുറത്തുവിട്ടു. വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോയെ അമേരിക്കൻ ഡ്രഗ് ഏജൻസിയുടെ ഓഫീസിനുള്ളിൽ കണ്ടുവെന്ന് അവകാശപ്പെടുന്ന ഒരു വീഡിയോ പുറത്തു വന്നതും ആഗോളതലത്തിൽ വലിയ ചർച്ചകൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. ഈ ദൃശ്യങ്ങൾ വെനസ്വേല US ബന്ധത്തിൽ നിലവിലുള്ള സംഘർഷാവസ്ഥയെ കൂടുതൽ വഷളാക്കുന്നതായും അമേരിക്കയുടെ നയതന്ത്ര നീക്കങ്ങളെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നതായും വിലയിരുത്തപ്പെടുന്നു. മഡൂറോയെ US മയക്കുമരുന്ന് വിരുദ്ധ ഏജൻസി ഉദ്യോഗസ്ഥർ ന്യൂയോർക്കിലെ മാൻഹട്ടൻ ആസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെയാണ് അന്താരാഷ്ട്ര തലത്തിൽ ഈ വാർത്ത വലിയ ചർച്ചയായത്. വീഡിയോയുടെ ആധികാരികതയും അതിലെ ദൃശ്യങ്ങളുടെ സാഹചര്യവും സംബന്ധിച്ച് വ്യക്തതയില്ലെങ്കിലും വെനസ്വേലയ്ക്കെതിരായ അമേരിക്കയുടെ നീക്കങ്ങളെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങൾക്ക് ഇത് ശക്തി പകർന്നിട്ടുണ്ട്. അന്നത്തെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വെനസ്വേലയ്ക്കെതിരെ അമേരിക്ക ആക്രമണ സ്വഭാവമുള്ള നടപടികൾ സ്വീകരിച്ചത് എന്തുകൊണ്ടായിരിക്കാം എന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെയും സംശയങ്ങൾ ഉയർന്നിരുന്നു. ഈ പുതിയ ദൃശ്യങ്ങൾ ആ സംശയങ്ങൾക്ക് കൂടുതൽ ബലം നൽകുന്നതായി കരുതപ്പെടുന്നു. പിടികൂടിയ മഡൂറോയെ ന്യൂയോർക്കിലെ കോടതിയിൽ ഹാജരാക്കി മയക്കുമരുന്ന് കടത്ത്, ഭീകരവാദം തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തി വിചാരണ ചെയ്യാനാണ് അമേരിക്കയുടെ നീക്കം. അമേരിക്കൻ നിയമത്തിന്റെ പൂർണ്ണ ശിക്ഷാ നടപടികൾ മഡൂറോ നേരിടേണ്ടി വരുമെന്നും US അറ്റോർണി ജനറൽ പാം ബോണ്ടി പ്രസ്താവിച്ചു. വെനസ്വേലയിൽ ഒരു ജനാധിപത്യ സർക്കാർ നിലവിൽ വരുന്നത് വരെ രാജ്യം താൽക്കാലികമായി അമേരിക്കയുടെ മേൽനോട്ടത്തിലായിരിക്കുമെന്ന സൂചനയും ട്രംപ് നൽകിയിട്ടുണ്ട്. ഈ സംഭവം ലാറ്റിൻ അമേരിക്കയിലെ
രാഷ്ട്രീയ സാഹചര്യങ്ങളെ ആകെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ഒരു രാജ്യത്തിന്റെ ഭരണതലവനെ മറ്റൊരു രാജ്യം സൈനിക നീക്കത്തിലൂടെ പിടികൂടുന്നത് ആധുനിക ചരിത്രത്തിലെ അത്യപൂർവമായ സംഭവമാണ്. വെനസ്വേലയുടെ എണ്ണ സമ്പത്തിനെ മേൽ അമേരിക്ക കണ്ണുവെക്കുന്നു എന്ന ആക്ഷേപവും ഇതോടൊപ്പം ശക്തമാണ്. വരും ദിവസങ്ങളിൽ UN പോലുള്ള അന്താരാഷ്ട്ര വേദികളിൽ ഈ വിഷയം വലിയ തർക്കങ്ങൾക്ക് വഴിവെക്കുമെന്ന് ഉറപ്പാണ്. അതേസമയം ഈ സൈനിക നീക്കത്തെ റഷ്യ, ഇറാൻ, ക്യൂബ തുടങ്ങിയ രാജ്യങ്ങൾ ശക്തമായി അപലപിച്ചു. ഇതൊരു പരമാധികാര രാജ്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്നും അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണെന്നും അവർ ആരോപിച്ചു. അതേസമയം വെനസ്വേലൻ വൈസ് പ്രസിഡന്റ് ഡെൽസി റോഡ്രിഗസ് മഡൂറോ എവിടെയാണെന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹത്തിന്റെ ജീവൻ സുരക്ഷിതമാണെന്ന് തെളിയിക്കണമെന്നും ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിട്ടുണ്ട്. താൽക്കാലികമായി വെനസ്വേലയുടെ ഭരണം വൈസ് പ്രസിഡന്റ് കൈമാറാൻ വെനസ്വേല സുപ്രീം കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത്. വെനസ്വേലയ്ക്ക് പിന്നാലെ മെക്സിക്കോ, ക്യൂബ, കൊളംബിയ എന്നീ രാജ്യങ്ങൾക്കും മുന്നറിയിപ്പ് നൽകി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. മയക്കുമരുന്ന് നിർമ്മാണവും കടത്തും തടഞ്ഞില്ലെങ്കിൽ ഈ രാജ്യങ്ങളും സമാനമായ നടപടികൾ നേരിടേണ്ടി വരുമെന്നാണ് ഭീഷണി. അമേരിക്കയ്ക്ക് ഭീഷണി ഉയർത്തുന്ന പ്രശ്നക്കാരായ അയൽക്കാർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അയൽ രാജ്യങ്ങൾക്ക് മേൽ ട്രംപ് സമ്മർദ്ദം കടുപ്പിച്ചിരിക്കുകയാണ്. പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രമാണ് ക്യൂബയെന്നും അദ്ദേഹം പറഞ്ഞു. മെക്സിക്കോയിലെ ഭരണം നിയന്ത്രിക്കുന്നത് മയക്കുമരുന്ന് മാഫിയകളാണെന്ന് ട്രംപ് ആരോപിച്ചു. അവിടെ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്യേണ്ടി വരുമെന്ന ഭീഷണിയും അദ്ദേഹം ഉയർത്തിയിട്ടുണ്ട്. കൊളംബിയയിൽ 3 പ്രധാന കൊക്കൈൻ ഫാക്ടറികളുണ്ടെന്നും ആരോപിച്ച ട്രംപ് പ്രസിഡന്റ് ഗുസ്താവോ പെട്രോ മയക്കുമരുന്ന് നിർമ്മാണത്തിൽ പങ്കാളിയാണെന്നും ആരോപിച്ചു. ട്രംപ് വെനസ്വേലൻ ഭരണകൂടത്തിന് മേൽ ചുമത്തിയതിന് സമാനമായ ആരോപണങ്ങളാണിവ. വെനസ്വേലയിൽ സ്വീകരിച്ച നടപടി മെക്സിക്കോ, ക്യൂബ, കൊളംബിയ രാജ്യങ്ങളോടും ആവർത്തിക്കുമെന്നുള്ള സൂചനകളാണിതെന്നാണ് വിലയിരുത്തൽ. അതേസമയം അമേരിക്കൻ സൈനിക നടപടിയിലൂടെ വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡൂറോ പുറത്താക്കപ്പെട്ടതിനെ തുടർന്ന് രാജ്യം വലിയ രാഷ്ട്രീയ അനിശ്ചിതത്വത്തിലൂടെയാണ് കടന്നുപോകുന്നത്. ശനിയാഴ്ച പുലർച്ചെ 2 മണിയോടെ കാരക്കാസിലെ ഫോർട്ട് ടിയോനോ സൈനിക സമുച്ചയത്തിലുള്ള പ്രസിഡന്റിന്റെ വസതിയിൽ US സൈന്യത്തിന്റെ എലൈറ്റ് ഡെൽറ്റ ഫോഴ്സ്, FBI, CIA എന്നിവർ സംയുക്തമായി നടത്തിയ നീക്കത്തിലൂടെയാണ് നിക്കോളാസ് മഡൂറോയെയും ഭാര്യ സിലിയ ഫ്ലോറൻസിനെയും പിടികൂടിയത്. ഓപ്പറേഷൻ ആബ്സല്യൂട്ട് റിസോൾവ് എന്ന് പേരിട്ടിരിക്കുന്ന ഈ സൈനിക നടപടിയുടെ ഭാഗമായി കാരക്കാസിലെ വിവിധ ഇടങ്ങളിൽ അമേരിക്ക ബോംബാക്രമണം നടത്തി. ഈ ആക്രമണത്തിൽ രാജ്യത്തെ വൈദ്യുത ശൃംഖല ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ തകരുകയും കുറഞ്ഞത് 40 പേർ കൊല്ലപ്പെടുകയും ചെയ്തു.